ഈ വേൾഡ് ലിസ്റ്റിലെ പാസ്വേഡ്സിന് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ അഡ്മിൻ്റെ പാസ്വേഡ് ഫസ്റ്റ് വൺ ആണോ, സെക്കൻഡ് വൺ ആണോ, തേർഡ് വൺ ആണോ, അങ്ങനെ ഓരോന്നായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എവരിവൺ, ഞാൻ മനു. ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഈ വീഡിയോ എൻ്റെ വെബ് ആപ്ലിക്കേഷൻ പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന സീരീസിലെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയാണ്. സോ പ്രീവിയസ്ലി നമ്മൾ വെബ് ആപ്ലിക്കേഷൻ്റെ വൾനറബിലിറ്റി ഓവർ സാപ്പ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് സ്കാൻ ചെയ്തതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മുടെ ഓട്ടോമാറ്റിക് ടൂളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഒരു വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ കഴിയുകയില്ല. അതിന് വേണ്ടി ഒരു ബേസിക് നോളജ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അതായത് എങ്ങനെ ഈ വൾനറബിലിറ്റി ഉണ്ടാകുന്നു, അതിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ടെസ്റ്റിംഗ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഇന്നത്തെ ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രൂട്ട് ഫോഴ്സ് എന്ന പറഞ്ഞൊരു അറ്റാക്കിനെ കുറിച്ചാണ്. സോ ഈ ഒരു അറ്റാക്ക് എന്താണെന്ന് നമ്മൾ കൃത്യമായി ഇന്ന് പഠിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്രോച്ചും ചെയ്യുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബ്രൂട്ട് ഫോഴ്സ്, എങ്ങനെയാണ് ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങളൊരു ബഗ് ബൗണ്ടറി ഒക്കെ നടത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വൾനറബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഗുഡ് നോളജ് ഉണ്ടായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ബ്രൂട്ട് ഫോഴ്സ് എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ കണ്ടന്റിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബ്രൂട്ട് ഫോഴ്സ് എന്നാണ്. സോ ഇവിടെ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ തന്നെ നിങ്ങളെ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്ത് തരാം. സോ അറ്റ് ഫസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഒരു ബ്രീഫ് കേസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ ബ്രീഫ് കേസിന് ഒരു നമ്പർ ലോക്ക് ഉണ്ട്. സോ ഈ നമ്പർ ലോക്കിൽ നമുക്കൊരു 4 ഡിജിറ്റ് നമ്പറാണ് വേണ്ടത്. സോ ഇവിടെ നമുക്കിപ്പോൾ 4 ഡിജിറ്റ്സ് വേണം. ഈ 4 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പക്ഷേ 0000 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 9999 വരെ എത്താം. ഓക്കെ, സോ ഇതാണ് ഈ പറയുന്ന 4 ഡിജിറ്റ്സിൻ്റെ പോസിബിലിറ്റി. സോ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഇതിൽ എന്ത് വേണമെങ്കിലും ആകാം. അതായത് 00, 01, 0002 അപ് ടു 9999 വരെയുള്ള പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. സോ ഈ ഒരു പോസിബിലിറ്റിയിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു പാസ്വേഡ് ഓപ്പൺ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഇൻ കേസ് ഒരു അറ്റാക്കർക്ക് ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് അറിയണം. അറ്റാക്കർ ഇവിടെ ട്രൈ ചെയ്യുന്നത് 0000 ആണെന്ന് വിചാരിക്കുക. ഇത് എററാണ്, ഇതൊരു റോങ് പാസ്വേഡാണ്. നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് 1234 ആണ് നിങ്ങളുടെ പാസ്വേഡ്. സോ ഈ പറഞ്ഞ 0000 ടൈപ്പ് ചെയ്തപ്പോൾ റോങ് പാസ്വേഡെന്ന് എറർ കിട്ടി. അറ്റാക്കർ ഉടനെ ട്രൈ ചെയ്യുകയാണ് 0001. സോ പിന്നെയും എറർ കിട്ടി. അറ്റാക്കർ പിന്നെയും ട്രൈ ചെയ്തു 0002. പിന്നെയും എറർ ഉണ്ടായി. അങ്ങനെ അറ്റാക്കർ ട്രൈ ചെയ്ത് 1234 എന്ന പോസിബിലിറ്റി എത്തുമ്പോഴത്തേക്ക് അതൊരു കറക്റ്റ് പാസ്വേഡായി. ഇതാണ് വളരെ സിമ്പിളായി നമുക്ക് എന്താണ് ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു തരാൻ പറ്റുന്നത്. സോ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അറ്റാക്കർ ഈ ഒരു 1234 എന്ന പോസിബിലിറ്റി എത്താനായിട്ട് മൊത്തം 1235 ടൈംസ് പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ഇതൊരു ലോങ് ടൈം ആയിട്ടുള്ളൊരു വർക്കിംഗ് ആണ്. സോ ഇത് ഇത്രയും നേരം ഒരു അറ്റാക്കർക്ക് ഇരുന്ന് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സോ എക്സാക്ട്ലി ഇവിടെ ഒരു 4 ഡിജിറ്റ് നമ്പർ ഉള്ളപ്പോൾ തന്നെ നമുക്ക് 10,000 കോമ്പിനേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇത്രയും കോമ്പിനേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പാസ്വേഡിനെ ക്രാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ഇഷ്യൂ മനസ്സിലാക്കുമ്പോഴാണ് ബ്രൂട്ട് ഫോഴ്സിനെ മറ്റൊരു അപ്രോച്ചിലേക്ക് അറ്റാക്കർ സ്വിച്ച് ചെയ്യുന്നത്. ഇവിടെ അറ്റാക്കർ ഓരോ ബിറ്റായി ട്രൈ ചെയ്യുകയാണ്. അതായത് 0000 എന്നൊരു കോമ്പിനേഷൻ മുതൽ 9999 വരെ ഓരോരോ ബിറ്റായിട്ട് അവർ ചേഞ്ച് ചെയ്ത് ഫൈൻഡ് ചെയ്യുകയാണ്. സോ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു അറ്റാക്കിൻ്റെ പോസിബിലിറ്റി വളരെ ലോ ആണ്. സോ ഇവിടെ ഒരു 4 ഡിജിറ്റ് നമ്പർ ആയപ്പോൾ തന്നെ കോമ്പിനേഷൻ 10,000 ആയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇൻ കേസ് ഇതൊരു 8 ഡിജിറ്റ് ആണെങ്കിലോ അറ്റാക്കർക്ക് ഇതുമായിട്ട് കുറേ നേരം ഇരിക്കേണ്ടി വരും. അതേപോലെ ഇൻ കേസ് ഇവിടുത്തെ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു ആൽഫ ന്യൂമറിക് ആണെന്ന് വിചാരിക്കുക. അതായത് A to Z എന്ന് പറയുന്നത് 26 സെക്ടറുണ്ട്. അതേപോലെ A to Z സ്മോൾ കേസ് ആണെങ്കിലും അതേപോലെ 26 സെക്ടറുണ്ട്. സോ അതേപോലെ അറ്റാക്കർക്ക് ഇവിടെ 0 to 9 എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ട്. അതായത് ആൻഡ്, സ്റ്റാർ, ഹാഷ് ഇതെല്ലാം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഈ ബ്രൂട്ട് ഫോഴ്സിങ് മെത്തേഡിൽ പാസ്വേഡ് ഫൈൻഡ് ചെയ്യാനായിട്ട് വർഷങ്ങൾ എടുത്തുനിന്നിരിക്കാം.
സോ ഈ ഒരു പോസിബിലിറ്റി എപ്പോഴും സക്സസ് ആവാനുള്ള ചാൻസ് വളരെ ലോ ആണ്. സോ ഇത് സക്സസ് ആവണമെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന OTP കേസുകൾ മാത്രമായിരിക്കും വളരെ സിമ്പിളായിട്ട് ഇത് നടക്കുക. അവിടെയും വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അറ്റാക്ക് നടക്കുകയുള്ളൂ. സോ ഇൻ കേസ് നിങ്ങളുടെ 3 അറ്റംപ്റ്റ്, അതായത് നിങ്ങളിപ്പോൾ അറ്റംപ്റ്റ് ചെയ്യുകയാണ് 3 അറ്റംപ്റ്റ്. സോ ഈ ഒരു കേസിൽ പാസ്വേഡ് എറർ ഉണ്ടെങ്കിൽ, സോ ഈ ഒരു കേസിൽ പാസ്വേഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? അക്കൗണ്ട് ലോക്കാവും. അക്കൗണ്ട് ലോക്കായി കഴിഞ്ഞാൽ പിന്നീടത് ആദ്യം തൊട്ട് സെറ്റ് ചെയ്താലേ യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇവിടെ അറ്റാക്കറിൻ്റെ അറ്റാക്ക് അപ്പോൾ തന്നെ ലോസ്റ്റ് ആയി പോയിട്ടുണ്ട്. സോ ഈ ഒരു അപ്രോച്ച് ഒരിക്കലും പോസിബിലിറ്റി ഉള്ളതല്ല. സോ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പാസ്വേഡ്സ് എല്ലാം ഒരു ഫയലാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല വേർഡ് ലിസ്റ്റുകളും കിട്ടും. വളരെ പോപ്പുലറായ ഒരു വേർഡ് ലിസ്റ്റാണ് ROQ.txt. സോ ഈ ഒരു TXT ഫയലിനുള്ളിൽ തന്നെ 1 കോടി പാസ്വേഡ്സ് ഉണ്ട്. ഈ ഒരു ഫയൽ ഒരു 50 MB വരുന്നൊരു ഫയലാണ്. എന്നാൽ 15 GB വരെയുള്ള ഫയൽസ് നെറ്റിൽ അവിടെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തേറെ പാസ്വേഡ് ഉണ്ടായിരിക്കണം? സോ ഇങ്ങനത്തെ കേസുകളിൽ അറ്റാക്കർ ഒരു ടെസ്റ്റിംഗ് ടൂൾ, നമ്മുടെ ഇപ്പോൾ OWASP SAP ആയിക്കോട്ടെ, OWASP SAPലോട്ട് ഈ പറയുന്ന ഫയൽസിനെ അപ്ലോഡ് ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് വേർഡ് ലിസ്റ്റ് എന്നാണ്. വേർഡ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഫയൽസിനുള്ളിൽ പാസ്വേഡ്സ് ഉണ്ട്. ഈ വേർഡ് ലിസ്റ്റ് ഉപയോഗിച്ച്, അതായത് ഈ ഒരു വേർഡ് ലിസ്റ്റ് തൗസൻഡ്സ് ഓഫ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് പാസ്വേഡ്സ് ഉണ്ടാവാം. ഈ പാസ്വേഡ്സ് ഉപയോഗിച്ച് ഡയറക്റ്റ്ലി ഒരു ലോഗിൻ പേര് അറ്റാക്ക് ചെയ്യും. അതായത് ഇപ്പോൾ യൂസറിൻ്റെ പേര് അഡ്മിൻ എന്നാണ് വിചാരിക്കുക. സോ അഡ്മിൻ്റെ പാസ്വേഡ് എന്താണെന്ന് നമുക്കറിയുകയില്ല. അതിന് പകരമായിട്ട് ഈ വേർഡ് ലിസ്റ്റിലെ പാസ്വേഡ്സിന് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ അഡ്മിൻ്റെ പാസ്വേഡ് ഫസ്റ്റ് 1 ആണോ, സെക്കൻഡ് 1 ആണോ, തേർഡ് 1 ആണോ, അങ്ങനെ ഓരോന്നായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത് ബ്രൂട്ട് ഫോഴ്സിനേക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ്. കാരണം ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു 1 വേർഡാണ് എടുക്കുന്നത്. എന്നാൽ ലാസ്റ്റ് കേസ് നമ്മൾ 1 by bit ആണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്രോച്ച് വളരെയേറെ ഫാസ്റ്റ് ആയിട്ടൊരു മെത്തേഡാണ്. നമ്മളുടെ OWASP SAP ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും അതല്ലെങ്കിൽ ഹൈഡ്ര അല്ലെങ്കിൽ ബർപ്പ് തുടങ്ങിയ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഈ അറ്റാക്കൊക്കെ ട്രൈ ചെയ്യാം. എന്നാൽ നമ്മളുടെ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് OWASPൻ്റെ SAP എന്ന ആപ്ലിക്കേഷനാണ്. ഇതിനുപയോഗിക്കാനുള്ള മെയിൻ കാരണം ഇതൊരു ഫ്രീ ടൂൾ ആയതുകൊണ്ടും ഒപ്പം തന്നെ നിങ്ങൾക്കിത് പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങളുടെ ജോലിക്കൊക്കെ വളരെയേറെ യൂസ്ഫുൾ ആയ ഒരു ടൂളും കൂടെയാണ്. സോ നമ്മൾ അടുത്ത പ്രാക്ടിക്കൽ നമ്മൾ എങ്ങനെ ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ട്രൈ ചെയ്യാമെന്ന് പഠിക്കും. സോ അങ്ങനെ നമ്മൾ വെബ് ആപ്ലിക്കേഷൻ പെനിട്രേഷൻ ടെസ്റ്റിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് പ്രാക്ടിക്കലിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ബ്രൂട്ട് ഫോഴ്സ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഇന്ന് പഠിച്ച മെയിൻ ടേംസിലൊന്നാണ് ബ്രൂട്ട് ഫോഴ്സ്, അതേപോലെ തന്നെ വേർഡ് ലിസ്റ്റ്. സോ അടുത്ത സെഷനിൽ നമ്മൾ ഇത് രണ്ടും റീകോൾ ചെയ്യുന്നതാണ്. അതിലൂടെ നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.